ഇനി നമുക്ക് PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് നോക്കാം. സെപ്റ്റംബർ മാസത്തെയാണ് നോക്കുന്നത്. ആദ്യം തന്നെ സംസ്ഥാനത്തിൻ്റെ 49ാം ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അതുപോലെ തന്നെ കേരളിൻ്റെ ചെയർപേഴ്സണായിട്ടും ശാരദാ മുരളീധരനെ നിയമിച്ചു. അടുത്തത് മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. പേരോർത്തു വെച്ചോളൂ, മിഷൻ റൂമി 2024. അതൊരു ഹൈബ്രിഡ് റോക്കറ്റാണ്. യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. അപ്പോൾ യുവേഫ സൂപ്പർ കപ്പിൽ കിരീടം ലഭിച്ചത് റയൽ മാഡ്രിഡിനാണ്. നെക്സ്റ്റ് വൺ, സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ ആര്യാന സബലെങ്കയും ജേതാക്കൾ. യാനിക് സിന്നർ അതുപോലെ തന്നെ ആര്യാന സബലെങ്ക. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ യാനിക് സിന്നറും വനിതാ വിഭാഗത്തിൽ ആര്യാന സബലെങ്കയും ജേതാക്കളായി. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മാക്ലറൻ്റെ ലാൻഡോ നോറിസിന് കിരീടം. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ കിരീടം ലഭിച്ചതാർക്കാണ്? ലാൻഡോ നോറിസ്. പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡുപ്ലന്റിസ്. അർമാൻഡ് ഡുപ്ലന്റിസ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോൾ വോൾട്ട് താരമാണ്. അദ്ദേഹം 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തു. സിലൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അർമാൻഡ് ഡുപ്ലന്റിസ് സ്വീഡിഷ് താരമാണ്. ഏതാണ് ഐറ്റം? പോൾ വാൾട്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ അധ്യക്ഷനാരാണ്? ജയ്ഷ. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജ്ന സജീവനും ആശാ ശോഭനയും ഇടം നേടി. 2 മലയാളികളാണ് ഇടം നേടിയിട്ടുള്ളത്, സജ്ന സജീവനും ആശാ ശോഭനയും. നമുക്കറിയാം IPL ടീമിലൊക്കെ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമാണ് പാരാലിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷമാണ് പാരാലിമ്പിക്സ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ പാരാലിമ്പിക്സിൻ്റെ വേദി ഏത് തന്നെയാണ്? പാരീസ് തന്നെയാണ് പാരാലിമ്പിക്സിൻ്റെ വേദി. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തിയുടെ 2 ആഴ്ച നീണ്ടുനിന്ന 10ാം പതിപ്പ് ശ്രീലങ്കയിലെ മധുരുഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയുടെ പേരെന്താണ്? മിത്രശക്തി. നമ്മുടെ അയലത്തുള്ള രാജ്യമാണ്. സോ അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം നമുക്ക്. നെക്സ്റ്റ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനെ നിയമിച്ചു. അപ്പോൾ നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. സൂപ്പർ മൂൺ ബ്ലൂ മൂൺ. ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ കമ്പനിയുടെ പേരാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പിൻ്റെ പേരാണ് ഡെയ്ല. അതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി പുരസ്കാരങ്ങൾ നോക്കാം. കർഷകോത്തമ പുരസ്കാരം. മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കർഷകോത്തമ പുരസ്കാരം. അത് ലഭിച്ചത് ഇടുക്കി രാജാക്കണ്ടം സ്വദേശിയായ CD രവീന്ദ്രൻ നായർക്കാണ് ലഭിച്ചത്. അതുപോലെ തന്നെ കേരകേസരി പുരസ്കാരം ലഭിച്ചത് മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമ. സമ്മാനത്തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. കർഷകോത്തമ പുരസ്കാരം CD രവീന്ദ്രൻ നായർ,
കേരകേസരി പുരസ്കാരം PT സുഷമ. കൃഷി വകുപ്പിന്റെ മാധ്യമപ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത് TV രാധാകൃഷ്ണന്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കുള്ള പുരസ്കാരത്തിന്റെ പേരെന്താണ്? കർഷക ഭാരതി പുരസ്കാരം. അത് ലഭിച്ചത് TV രാധാകൃഷ്ണൻ. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രിയാണ്. നോവല് സിൻ എന്ന നോവലാണ് അർഹമായത്. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് ലഭിച്ചു. $20,000 ലഭിക്കുക, അതായത് ഏകദേശം 17 ലക്ഷം രൂപ. NE ബാലകൃഷ്ണമാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്ക്. NE ബാലകൃഷ്ണമാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരമാണ് MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ അടുത്ത മാസം സ്ഥാനമൊഴിയും, അതായത് ഒക്ടോബറിൽ. അപ്പം നിലവിലെ ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയാണ്. തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേത്ര തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. അപ്പോൾ പുതിയ പ്രധാനമന്ത്രി തായ്ലൻഡിൽ വന്നിട്ടുണ്ട്. ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പെയ് തോങ് താൻ ഷിനാവത്രയാണ് പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി. പെയ് തോങ് താൻ ഷിനാവത്ര. നെക്സ്റ്റ്, ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അതിൻ്റെ 3ാം വിക്ഷേപണം വിജയകരമായിരുന്നു. അപ്പോൾ ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ISRO രൂപകൽപ്പന ചെയ്ത വെഹിക്കിളാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഷോർട്ടായിട്ട് നമുക്ക് SSLV. നെക്സ്റ്റ് ഒരു പുരസ്കാരമാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും ലഭിച്ചു. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത ED ഡയറക്ടറായിട്ട് രാഹുൽ നവീനെ നിയമിച്ചു. രാഹുൽ നവീൻ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു LDC പരീക്ഷയ്ക്ക്. അപ്പോൾ ED ഡയറക്ടർ ആരാണ്? രാഹുൽ നവീൻ. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയുടെ പേര് രാജേഷ് കുമാർ സിംഗ്. കുറച്ചധികം ന്യൂ അപ്പോയിൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകി. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, SBIയുടെ പുതിയ ചെയർമാനായി DS സെട്ടി ചുമതലയേറ്റു. SBIയുടെ പുതിയ ചെയർമാൻ DS സെട്ടി. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗെദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിക്കും. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗെദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനാണ് അദ്ദേഹം സെപ്റ്റംബർ 22 US സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി, നമുക്ക് കേരളത്തിൽ നിലവിൽ 2 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. അതിൽ ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം രാജ്യസഭയിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിച്ചേക്കും. അപ്പം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്?
ഗഗൻയാൻ. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മധാപർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കി. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം ഏതാണ്? മധാപർ ഗ്രാമം. സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? നിലവിൽ 2ാം സ്ഥാനത്താണ്. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന VP മോഹൻകുമാർ അന്തരിച്ചു. പിന്നെ ഒരു ഒബിച്വറി ഉള്ളത്, ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രെന്യാസ് മെറേറ അന്തരിച്ചു. 117 വയസ്സായിരുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡലൻ അന്തരിച്ചു. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു. തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. കരസേന മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു. ഇത് സെപ്റ്റംബർ 1st വീക്കിലത്തെ PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത ബുള്ളറ്റിൻ്റെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. താങ്ക് യു.